നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലും ഉറുഗ്വായും തമ്മിൽ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് കന്നഡ എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ വിശദീകരിച്ചാണ്. കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കേണ്ട എന്ന് വെച്ച് ഒന്ന് മറച്ചു വെച്ച് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യമൊന്നുമില്ല. ഏതായാലും 1-1 സമനിലയാണ് ബ്രസീൽ ഉറുഗ്വായ് മത്സരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷം, ആ വർഷത്തിൻ്റെ അവസാനത്തിലും അവർക്ക് വിജയമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉറുഗ്വായിക്കെതിരെ ബ്രസീലിനായിട്ട് ഗോൾ നേടിയത് ഗേഴ്സനാണ്. അതേസമയം ഉറുഗ്വായുടെ ഗോൾ ഫെഡെ വാൽവർദയുടെ കിടിലൻ ഗോളായിരുന്നു. ബ്രസീലിൽ വെച്ച് നടന്ന മത്സരമാണ്. ഈ മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഇഗോർ ഹീസസും വിനി ജൂനിയറും റാഫീഞ്ഞയും സാവിയോയും ഒക്കെ ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. മറുഭാഗത്ത് ന്യൂനസും പെല്ലിസ്ട്രിയും അറൗഹോയും ഒക്കെ ചേർന്നുകൊണ്ട് ഉറുഗ്വായുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. മധ്യനിരയിൽ ഉഗാർട്ടയും വാൽവർദയും ബെൻഡാങ്കുറും അങ്ങനെ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ഉറുഗ്വായി കളിക്കളത്തിലേക്ക് വന്നത്. കളിയുടെ ആദ്യ പകുതി ഒരു 10-20 മിനിറ്റൊക്കെ ബ്രസീൽ ഡൊമിനേറ്റ് ചെയ്യുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നു. ആദ്യ പകുതി ഗോൾ രഹിതം. രണ്ടാം പകുതിയിൽ ഫെഡെ വാൽവർദയുടെ ഒരു സ്റ്റണ്ണർ വിറക്കുന്നു. അദ്ദേഹം കളിയുടെ 55-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ നേടുന്നു. ബ്രസീലിന്റെ വലയിലേക്ക് പന്തെത്തി. ബ്രസീലിന് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും ഗേഴ്സന്റെ ഗോൾ 62-ാമത്തെ മിനിറ്റിൽ അവർ ഒപ്പമെത്തിച്ചു. പിന്നീട് മത്സരത്തിൽ ഗോളുകൾ പിറക്കാതെ വന്നതോടെ 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചു. ഇപ്പോൾ ഈ വർഷത്തെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഉറുഗ്വായി 12 കളികളിൽ നിന്ന് 20 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ബ്രസീൽ ആവട്ടെ 12 കളികളിൽ നിന്ന് 18 പോയിന്റ് മാത്രമാണ് നേടിയിരിക്കുന്നത്. അവരിപ്പോൾ 5-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.